പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ നൂറ്റാണ്ടായി ക്രൈസ്തവ ലോകത്ത് ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന സുവിശേഷകനാണ് ബ്രദർ മാരിയോ ജോസഫ്. സുലൈമാൻ ഇബ്നു അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ട യുവാവ് 1990കളുടെ ഒടുവിലാണ് ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച് മാരിയോ ജോസഫ് ആകുന്നത്. കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനകേന്ദ്രങ്ങളിൽ പ്രസംഗകനായിരുന്ന അദ്ദേഹം പിന്നീട് താൻ സ്ഥാപിച്ച ഫിലോക്കാലിയ എന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷനെക്കുറിച്ചും അതിലൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭവന നിർമ്മാണങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കേവർക്കും അറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസ വിഷയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പല വിവാദങ്ങളും പല ആരോപണങ്ങളും ഉയർന്നു കേൾക്കാറുണ്ട്. ക്രൈസ്തവ സഭയിൽ കടന്നു വന്ന ഒരു മൗദൂദി ആശയപ്രചാരകനാണ് അദ്ദേഹമെന്നും അദ്ദേഹം ഒരു ട്രോജൻ കുതിരയാണെന്നും പലരും പറഞ്ഞ് പരിഹസിക്കുന്നതും കേട്ടിട്ടുണ്ട്. ഈയടുത്ത് ഈ വിഷയം വീണ്ടും ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായുള്ള സംസാരമധ്യേ അദ്ദേഹം ഉപയോഗിച്ച ചില പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചർച്ചയായതായി നമ്മൾ കണ്ടു. ഇതിനോട് പലരും വളരെ വൈകാരികമായി പ്രതികരിക്കുന്നതാണ് കാണുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി ബ്രദർ മാരിയോ ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾ, ക്രൈസ്തവ വിശ്വാസം, ഇവയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം നമുക്കേവർക്കും സുപരിചിതനായ റവറൻഡ് ഫാദർ ജോൺസൺ തേക്കടയിൽ അച്ഛനുമുണ്ട്. ഇരുവരെയും ഈ ചർച്ചയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? അതായത്, ഞാൻ വിശ്വാസ സംബന്ധമായിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ചാരിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നില്ല. വിശ്വാസപരമായിട്ടുള്ള ഏതെങ്കിലും നിങ്ങളുടെ സംസാരമോ എഴുത്തോ പ്രവർത്തനങ്ങളോ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ടോ? അതിന്റെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തുടക്കം മുതലേ പറയാവേ. അതിന്റെ അത് ഫുൾ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് അലവി അച്ഛനെ കുറിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ മർക്കസുൽ ബിഷാരിയൊക്കെ കുറിച്ച് സംസാരിച്ചു. എന്റെ മാനസാന്തരത്തിന് ആദ്യത്തെ കാരണക്കാരൻ അലവി അച്ഛനാണ്, തുടക്ക കാരണക്കാരൻ. അദ്ദേഹം മർക്കസുൽ ബിഷാരയിൽ നിന്ന് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയ ചില പുസ്തകങ്ങളാണ് ഞാൻ ഏറ്റവും ആദ്യം ക്രിസ്തുമതത്തെ കുറിച്ച് വായിക്കുന്ന ബുക്കുകൾ. അപ്പം അന്നത്തെ കാലത്തൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഈ ബൈബിളിലെ പഴയ നിയമത്തിൽ പറയുന്ന യഹോവ തന്നെയാണ് അള്ളാഹു എന്നും, ആ അള്ളാഹുവിന്റെ വചനമായ ഈസാ നബി എന്നും, ആ ഈസാ നബീനെ ക്രിസ്ത്യാനികൾ ദൈവമാക്കിയെന്നും മുസ്ലിങ്ങൾ വെറും മനുഷ്യനാക്കിയെന്നും, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസമായിരുന്നു എന്റെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് കിട്ടിയതും ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും. പക്ഷെ ഈ ഈസാ നബി ആരാണ് എന്ന അന്വേഷണം ഖുർആനിലൂടെ ഞാൻ പോയി കഴിഞ്ഞപ്പം ഖുർആനിനകത്ത് കലിമത്തുല്ലാഹി റൂഹുല്ലാഹി എന്നുള്ള 2 വാക്കാണ് എന്നെ സ്വാധീനിച്ചത്. അള്ളാന്റെ വചനവും അള്ളാന്റെ ആത്മാവുമായ ഈസാ നബി. അപ്പൊ എനിക്കൊരു ചിന്ത, ഈ വചനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്റെ ശബ്ദമാണ്, എന്റെ വചനം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, എന്നിൽ നിന്ന് തിരിക്കാൻ പറ്റില്ല. ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. എനിക്ക് ചിന്തയുള്ളതുകൊണ്ട് ഞാൻ തന്നെ. അപ്പം മൈ മൈൻഡ് ഈസ് മൈ സെൽഫ്, പിന്നെ എന്റെ സ്പിരിറ്റ് ഈസ് മൈ സെൽഫ്. അപ്പൊ അള്ളാന്റെ ആത്മാവ്, അള്ളാന്റെ വചനം എന്ന് പറഞ്ഞാൽ ഹീസ് അല്ലാ, ഹീസ് ഗോഡ് എന്നുള്ള ഒരു ചിന്ത എന്റെ തലയിൽ വന്ന കാലത്താണ് ഞാൻ ഖുർആനിനകത്ത് 10:94 ഖുർആനിൽ സംശയമുള്ളവർ മുൻവേദം പഠിച്ചവരോട് ചോദിക്കാൻ പറയുന്ന ആയത്ത് കാണുന്നത്. അങ്ങനെയാണ് ഈ മുൻവേദം എന്നുള്ളത് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്നൊക്കെ പറയുന്ന ബൈബിൾ ആണെന്ന് മനസ്സിലാക്കി ബൈബിൾ പഠിക്കാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ആദ്യത്തെ കാര്യം, എന്റെ ഒരു തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് മാത്യു ചേട്ടനെ ഞാൻ ഒരു തല്ല് തല്ലി, അതേ ഡിഗ്രിയിൽ അതേ ശക്തിയിൽ തിരിച്ചെന്നെ തല്ലാൻ മാത്യു ചേട്ടന് പറ്റില്ല. കാര്യം 1 സെക്കൻഡ് കൊണ്ട് നമ്മുടെ സെല്ലുകൾ മരിക്കുന്നു, പുതിയതുണ്ടാവുന്നു. സോ അതേ അളവിൽ അടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റിന് പ്രായശ്ചിത്തമോ പരിഹാരമോ ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റില്ല, ഒരു മനുഷ്യനും. അത് ദൈവത്തിനെ പറ്റുള്ളൂ. അങ്ങനെ ദൈവം ഈ പരിഹാരം ചെയ്യണമെങ്കിൽ മനുഷ്യനായി എന്റെ പാപം ഏറ്റെടുക്കുന്ന ദൈവം മനുഷ്യനായി മാറണം.
നിത്യമായ സ്വർഗം എനിക്ക് നൽകുന്ന അവൻ നിത്യനുമായിരിക്കണം. അപ്പൊ നിത്യനായവനും മനുഷ്യനായവനും എനിക്ക് രക്ഷകനായി വന്നാൽ മാത്രമേ രക്ഷ കിട്ടുള്ളൂ എന്ന ബോധ്യം എനിക്ക് ഉണ്ടാകുകയാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് യേശുക്രിസ്തുവാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ലോകത്തിന്റെ ഏക രക്ഷകൻ. ഇത് മനസ്സിലാക്കിയ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. 1998 ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് മാമോദിസ സ്വീകരിക്കുന്നു. പനക്കിൽ അച്ഛനാണ് മാമോദിസ തരുന്നത്. അതോടുകൂടി എനിക്ക് ഒരു ഫ്രീഡം കിട്ടിയത് എന്നാന്ന് വെച്ചാൽ, ഞാൻ യേശുവിനെ സ്വീകരിച്ചതോടുകൂടി എനിക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. അതുവരെയും മുസ്ലിം ആയിരുന്ന ഞാൻ ഗുലാമും അവൻ മാലിക്കുമായിരുന്നു. ഞാൻ അടിമയും അവൻ യജമാനനുമായിരുന്നു. ഈ അള്ളാഹ്ക്ക് 99 പേര് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഒരു പേരതിലില്ല. അത് പിതാവെന്ന പേരാണ്. ഈ പിതാവെന്ന പേര് വിളിക്കുന്നവരെ അവർ കൊല്ലും. ദൈവത്തെ പിതാവെന്ന് വിളിച്ച് അവർ കൊല്ലും. യഹൂദന്മാർ ഈശോയെ കൊന്നതും അതിനാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഫ്രീഡമായി. ദൈവം എന്റെ പിതാവാണ്, ഈശോ എന്റെ രക്ഷകനാണ്, പരിശുദ്ധാത്മാവ് എന്റെ കൂട്ടുകാരനാണ്. ഈ ത്രിയേക ദൈവത്തിൽ അടിയുറച്ചൊരു വിശ്വാസം എനിക്കുണ്ടായി. ഉണ്ടായതിനു ശേഷം ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ പോലും ഒരു വൈദികരും ആ പ്രസംഗം തെറ്റാണെന്ന് 25 വർഷവും എന്നോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ആദ്യത്തെ സാക്ഷ്യം ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ വിശ്വാസത്തിൽ മുഹമ്മദ് അന്തിക്രിസ്തു ആണ്. കാരണം ഈശോ പറയുന്നുണ്ട്, ആരാണോ പുത്രനെയും പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നത് അവന്റെ ആത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെത് എന്ന് 1 യോഹന്നാനിൽ ഉണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെ പ്രസംഗിക്കരുതെന്നും പറഞ്ഞ് വിലക്കിയതും കത്തോലിക്ക വൈദികരാണ്. അന്ന് ഞാൻ ഈ പറയുന്നത് 25 വർഷം മുമ്പുള്ള കാര്യമാണ്. പക്ഷേ കാലം മുന്നോട്ട് പോയി ഈ MM അക്ബറും ഇവരും ഒക്കെ വന്നിട്ട് ഒരുപാട് ഈ സ്നേഹ സംവാദങ്ങൾ നടത്തി ക്രിസ്ത്യാനികളെ പരസ്യമായി ആക്രമിച്ചു, ഖുർആനെ പരസ്യമായി ബൈബിളിനെ പരസ്യമായി ആക്രമിച്ചു ഒക്കെ നടന്നപ്പം നമ്മളിൽ കുറെ പേര് ക്രിസ്ത്യാനികൾ ഇതിന് മറുപടി കൊടുക്കാൻ തയ്യാറായി. അന്നത്തെ കാലത്ത് എന്റെ അടുത്തും പലരും വന്ന് പറയായിരുന്നു, ബ്രദർ മറുപടി പറയാം. പക്ഷെ അന്നൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കൊരു സപ്പോർട്ടുമില്ല. നേരത്തെ ജോൺസൺ അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെയും അവിടെയും അല്ലാതെ ആടുന്ന ഞാങ്ങണ പോലെ ഞാൻ കിടന്ന് പൊള്ളുന്ന ഒരു കാലമായിരുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ. അന്നത്തെ എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിക്കുന്ന 18 വയസ്സിലാണ്. ഈ പറഞ്ഞ സംഭവമൊക്കെ നടക്കുന്ന 19-20 വയസ്സിലാണ്. അതിന്റെ ഇടയിൽ എനിക്ക് ക്യാൻസർ രോഗം വന്നു, ചികിത്സ, ഒരു മനുഷ്യനില്ല, ഒരു രൂപയില്ല. കയ്യിൽ കെട്ടിയ വാച്ചും ഇട്ട ബനിയനും വരെ ഞാൻ വിറ്റു ഹോസ്പിറ്റലിൽ ബില്ല് കെട്ടാൻ. ഒരു മനുഷ്യന്റെ ഗതികേട് ഓർക്കണം. ഒരു വാക്ക്മാൻ കയ്യിലുണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് ഞാൻ റോഡ് കൊണ്ടുപോയിട്ട് വിറ്റു ഹോസ്പിറ്റലിൽ ബില്ല് കെട്ടാൻ, സർജറിക്ക്. അങ്ങനെയുള്ള കാലത്ത് ഇവർ വന്നിട്ട് എന്നോട് ഇങ്ങനെ മതപരമായി പ്രസംഗിക്കാൻ പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി നിന്നു. കാരണം എങ്ങനെ ജീവിക്കണം എന്നറിയാത്തൊരു സാഹചര്യത്തിലേക്കൂടെ ഞാൻ കടന്നു പോവാണ്, എങ്ങോട്ട് പോകണം എന്നറിയാതെ. അപ്പൊ ഇത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു പുതിയ ടീച്ചിങ് പോലെ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്നു പറഞ്ഞു, ഈസാ നബിയും യേശുവും രണ്ടാളാണ്, അള്ളയും യഹോവയും രണ്ടാളാണ്. ഇത് എന്റെ അടുത്ത് വന്ന് പറയുമ്പോഴേ ഒരു മിനിറ്റ് ഇത് എന്റെ അടുത്ത് വന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ്. അള്ള ഒരിക്കലും അതായത് ഈ സുറിയാനിയിൽ പറയുന്ന ആലാഹ, കന്ദീശ താലാഹ എന്ന് പറയുന്ന ആ ആലാഹ അല്ല നമ്മുടെ അള്ള, അതായത് മുസ്ലിങ്ങളുടെ അള്ള എന്ന് വ്യക്തമായി ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം അള്ളാഹയുടെ സ്വഭാവവും യഹോവയുടെ സ്വഭാവവും രണ്ടും രണ്ടാണ്. സ്നേഹമായ ഒരു ദൈവത്തെയും ക്രൂരനായ ഒരു ദൈവത്തെയും കൂട്ടിക്കൊടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്ക് തന്നെ ശ്രദ്ധിക്കണം. ലാ ഇലാഹ, ദൈവമില്ല. ആ ഇലാഹ എന്ന വാക്ക് യഥാർത്ഥ ദൈവ, സമ്മതിച്ചു ഞാൻ. എന്നിട്ട് പറയാണ് ആരാധനക്ക് അർഹനായവനില്ല. ഇല്ല അല്ല. ഈ അല്ലാത്തെന്ന് പറയുന്നത് വേറൊരു ഖുറൈശി ദേവനാണെന്നും ആരാധിക്കരുതെന്നും ഞാൻ പരസ്യമായി പ്രസംഗിച്ചപ്പോൾ എന്നെ അതിൽ നിന്ന് തടുത്തതും കത്തോലിക്ക വൈദികരാണ്. അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ദൈവം ഒന്നേ ഉള്ളൂ, പല പേരിൽ വിളിക്കുന്നതേ ഉള്ളൂ. എല്ലാ പുഴകളും ഒഴുകി പോകുന്നത് സമുദ്രത്തിലേക്കാണ്. അതുപോലെ എല്ലാ വിശ്വാസം അവസാനം അള്ളാഹിലെ, അതായത് യഹോവയില്, റബ്ബുൽ ആലമീനിൽ, എല്ലാം പടച്ചവനിലെത്തും. അതാണ് അള്ളാഹ് എന്നൊക്കെ പറയുമ്പോഴും അന്നും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ഒരിക്കലും അല്ല, അള്ളാഹ് നമ്മുടെ ദൈവം അല്ല. അതായത് ഞാൻ അന്ന് പറഞ്ഞത് ഇൻവെന്റഡ് ദൈവവും റിവീൽഡ് ദൈവവും എന്നാണ് ഞാൻ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. ഓർക്കണം, ഇൻവെന്റഡ് ദൈവവും റിവീൽഡ് ദൈവവും. യാഹ്വേ എന്നത് റിവീൽഡ് ദൈവമാണ്. ദൈവം അവനെ വെളിപ്പെടുത്തുന്നതാണ്. ഐ ആം. അത് ദൈവം ഇങ്ങോട്ട് വെളിപ്പെടുത്തുന്ന. ഈ അള്ളാഹ് എന്നത് മുഹമ്മദും ജനങ്ങളും ഇൻവെന്റ് ചെയ്തതാണ്. അവരുടെ ഗോത്രത്തിന് വേണ്ടി, അവരുടെ സമൂഹത്തിന് വേണ്ടി, അവരുടെ കൾച്ചറിന് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾ നടത്തി പോകാൻ വേണ്ടി, അവർ പഴിചാരാൻ വേണ്ടി അവർ ഇൻവെന്റ് ചെയ്തൊരു ദൈവമാണ് അള്ളാഹ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അതുകൊണ്ട് റിവീൽഡ് ദൈവത്തെയും ഇൻവെന്റഡ് ദൈവത്തെയും കൂട്ടിക്കൊടുക്കരുതെന്ന് അന്നത്തെ കാലം മുതൽ ഞാൻ പ്രസംഗിച്ചതാണ്. പക്ഷെ ആ പ്രസംഗങ്ങൾ പലതും എന്റെ ചാനലിൽ നിന്ന് എന്നെ കൊണ്ട് ഡെലിറ്റ് ചെയ്യിപ്പിച്ചത് എന്റെ ഗുരുക്കന്മാരെന്ന് പറയുന്ന പോലെ വൈദികരാണെന്ന് ഓർക്കണം. എന്നിട്ട് കാലം കുറെ കഴിഞ്ഞ് ഇവർക്ക് ഇത് മനസ്സിലായി. എന്തിനേറെ,
സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ ഒരു സിനഡ് നടക്കുമ്പോൾ എന്നോട് 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് പരസ്യമായിട്ട് അത് പറഞ്ഞു. അതായത് CCCയിൽ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് പറയായിരുന്നു, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ പാരഗ്രാഫ് എത്രയും പെട്ടെന്ന് ഇതിനെ മാറ്റണം, അല്ലെങ്കിൽ ഭാവിയിൽ വലിയ ദോഷം ഉണ്ടാവുന്ന മെത്രാന്മാരോട് ഞാൻ തന്നെ പച്ചക്കോയി പറഞ്ഞെന്ന്. ഈ എന്നെയാണ് ഇപ്പൊ പിടിച്ചിട്ട് ഞാൻ അല്ലാഹ് യഹോവ ഒന്നാന്ന് പറയുന്നു, ഈസ യേശു ഒന്നാന്ന് പറയുന്നെന്ന് പറഞ്ഞ് ക്രൂശിക്കുന്നത്. ഞാൻ ആരോട് പോയി പറയും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ വിശ്വാസം ഈസയും യേശു അവര് ഇപ്പം അച്ഛന്മാരോ മെത്രാന്മാരോ അങ്ങയോട് ഈ വിഷയം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് മറ്റെവിടെയെങ്കിലും അത് തുടർന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ? അത് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നോ? അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു സ്ഥലത്തും ഞാൻ അതങ്ങനെ പ്രസംഗിക്കാൻ പോയില്ല. കാരണം ഒരു പ്രശ്നമുണ്ട്, കത്തോലിക്ക സഭയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. സഭ ആധികാരികമായിട്ടൊരു കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ പിന്നെ സർക്കുലർ വായിക്കും. തീർച്ചയായിട്ടും, അതെ അതെ. അതുകൊണ്ട് സർക്കുലർ വായിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരോടും പറഞ്ഞത്, കാസയോടും പറയുന്നു, അങ്ങയോടും പറയുന്നു, എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, സഭ ഇപ്പൊ ആധികാരികമായിട്ട് ഇപ്പൊ കത്തോലിക്ക സഭയുടെ സിസ്റ്റം വളരെ സിമ്പിളാ. എന്റെ നേരെ മേളിലുള്ള ആള് എന്റെ വികാരിയച്ഛനാണ്. ആ വികാരിയച്ഛന്റെ മേളിൽ എന്റെ രൂപത മെത്രാന്റെ മേളിൽ സിനഡാണ്. എനിക്ക് ഇവരാരും വേണ്ട. വെറുതെ എന്റെ ഇടവകയിലെ വികാരിയച്ഛൻ എന്നെ ഒന്ന് വിളിച്ചിട്ട് മാരിയോ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഇടവകയിലെത്തും. 10 മിനിറ്റ് വേണ്ട, എനിക്ക് 3 മിനിറ്റ് മതി. ഇടവകയിൽ എത്തിക്കഴിയുമ്പോൾ എന്റെ വികാരിയച്ഛൻ എന്നോട് ഇന്ന കാര്യങ്ങൾ ഇനി പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ അത് നിർത്തും. മാത്രമല്ല, ഞാൻ സഭയെ അനുസരിച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ഇനി പ്രസംഗിക്കില്ലെന്ന് പരസ്യമായി പറയുകയും ചെയ്യും. ഇതിന്റെ മുമ്പ് പറഞ്ഞു പോയതിന് മാപ്പ് പറയുകയും ചെയ്യും. കാരണം ഞാൻ സഭയ്ക്ക് വിധേയനാണ്. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല. ഇപ്പോഴത്തെ പ്രശ്നം വേറെ. അത് ഞാൻ പിന്നെ നമുക്ക് ആ ചാരിറ്റി വിഷയത്തെ നമുക്ക് ഒന്ന് മാറ്റിവെക്കാം. രണ്ട് കാര്യം ആര്യോ, ഒരുപക്ഷെങ്കില് ഈ യേശുവും ഈസായും രണ്ടാണെന്നുള്ളത് കേരളത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഞാനാണല്ലോ. തീർച്ചയായും. അതിനുശേഷം പിന്നെ മാരിയോ അത് വളരെ കൃത്യമായിട്ട് തന്നെ പലയിടങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പോലും ഞങ്ങൾക്കൊരു ധ്യാനം നടന്നു കഴിഞ്ഞപ്പോ അതിൽ വ്യക്തമായി ഞാൻ ജനങ്ങളോട് പറഞ്ഞു, ഈസായും യേശുവും ഒന്നല്ല രണ്ടാണ്, അള്ളയും യഹോവയും ഒന്നല്ല രണ്ടാണ്, വ്യക്തമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതെ, അതേപോലെ തന്നെ യഹോവയും അള്ളാഹുവും രണ്ടാണെന്നുള്ളത് 2008 ഞാൻ എറണാകുളത്ത് ടൗൺ ഹാളിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചു. അതിന് ശേഷം മാരിയോ അതേ സ്റ്റാൻഡിൽ തന്നെ വരികയും എനിക്ക് വന്ന കാര്യമറ്റച്ഛനുമായിട്ടുള്ള കാര്യമറ്റച്ഛനെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം മാരിയുമായിട്ടുള്ള എന്തോ ഒരു ചെറിയ മറ്റുള്ള ആളുകളുമായിട്ട് പ്രശ്നം വന്നപ്പോൾ കാര്യമറ്റച്ഛൻ എന്നെ വിളിക്കുകയും ഞാൻ പറഞ്ഞു ഞാൻ അത് അതിനുശേഷം ആ വീഡിയോ ഒക്കെ ഞങ്ങൾ റിമൂവ് ചെയ്തതാ. ഇപ്പൊ എന്നിട്ട് ആ റിമൂവ് ചെയ്ത വീഡിയോ പണ്ട് ആരോ സൂക്ഷിച്ചു വെച്ചത് എടുത്തിട്ടാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. എന്റെ ചാനലിലെ വീഡിയോസ് ഒന്നും ഇല്ല. ഓക്കെ. അല്ല, എനിക്ക് മാരിയോയുടെ വിശ്വാസത്തിൽ ഒരു തരികിട പോലും അവിശ്വാസമില്ല. അത് മാത്യുവിന് അറിയാം. ഞാൻ മാത്യുവിനോട് ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ചാരിറ്റി എന്നുള്ളൊരു പദം ഈറ്റി എന്നുള്ള എന്തോ ഒരു പദമായിട്ട് അന്ന് അത് 10 വർഷം മുമ്പ് ഞങ്ങൾ ഫിലോക്കാലിയ ധ്യാനം തുടങ്ങിയപ്പോ, സെപ്പറേറ്റ് ആയിട്ട് ധ്യാനം തുടങ്ങിയപ്പം എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാന ഗുരുക്കന്മാര് അവര് ഫീസ് കൂടുതൽ വാങ്ങുന്നു, പണക്കൊതിയന്മാരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, എനിക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇല്ല. അതൊരു ക്ലാസ് ഒപ്പിച്ച് പറഞ്ഞു പോയതാണ്. പറഞ്ഞു പോയത് തെറ്റായി എന്ന് മനസ്സിലാക്കി ഞാൻ ഒരാഴ്ചക്കകത്ത് തന്നെ വീഡിയോ എന്റെ ചാനലിൽ പിൻവലിക്കുകയും ഞാൻ സോറി പറഞ്ഞ് വീഡിയോ ഇടുകയും ചെയ്തു, മാപ്പ് പറഞ്ഞ് വീഡിയോ ഇടുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ക്രിസ്തീയമാണെന്ന് വെച്ചാൽ തെറ്റാണെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു ഒഫൻഡഡ് ആയെന്ന് കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കാന്നൊക്കെ പറയുന്നത് ക്ഷമ ചോദിച്ച് വിഡ്രോ ചെയ്ത വീഡിയോ വെച്ചാണ് ഇപ്പൊ ദ്രോഹിക്കുന്നത്. അല്ല, ഇതിനെ ദ്രോഹമെന്നൊന്നും വിളിക്കണ്ട. ഇത് ലോകത്തിൽ സംഭവിക്കും. അത് നിങ്ങൾക്ക് ലോകത്ത് കഷ്ടമുണ്ടെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതൊരു വാഗ്ദത്വമാണ് ആ കഷ്ടം എന്ന് പറയുന്നത്. കർത്താവ് കൂട്ടി പറഞ്ഞു. അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ജീവിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. അവന്മാർക്ക് ഇതുപോലെയുള്ള വിവാദ വിഷയങ്ങൾ കുത്തിപ്പൊക്കുക, അത് കൂടുതൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യവരുമാനം ഉണ്ടാകും. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ക്രിസ്തീയതയുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കുറേ നികൃഷ്ടന്മാർ സോഷ്യൽ മീഡിയയിലുണ്ട്.
അവർ ചെയ്യുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. നമുക്കിപ്പം നിയന്ത്രിക്കാനായിട്ട് കഴിയാത്ത ഒരു മേഖലയാണ്. നമ്മൾ ഈ സംസാരം പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇനി ഇതിനെ ഏത് രീതിയിലാണ് ഒരു കൈകാര്യം ചെയ്യുന്നതെന്നും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു വിഭാഗത്തെ ഒരിക്കലും അവരുടെ ചോദ്യങ്ങളും അവസാനിക്കത്തില്ല. അവരുടെ ഈ അനാത്മീയതയും അക്രൈസ്തവികതയും ഒരു കാരണവശാലും അവർ അവസാനിപ്പിക്കത്തുമില്ല. അതുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താം. നമ്മുടെ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. മറ്റൊരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, പിന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം മനുഷ്യത്വം അതാണല്ലോ ഈ എല്ലാവിധ ഉപദേശങ്ങളുടെയും ദുരുപദേശങ്ങളുടെയും ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് അങ്ങ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എങ്കിലും ഒന്നും കൂടെ പറയുന്നു. അതായത് ഞാൻ ഒരു മനുഷ്യനാണ്. എന്റെ തെറ്റ്, എന്റെ പാപം ഏറ്റെടുക്കുന്ന ഒരാൾ മനുഷ്യനായിരിക്കണം. അതുപോലെ തന്നെ എന്റെ ആത്മാവ് നിത്യമാണ്. എനിക്ക് നഷ്ടപ്പെട്ട നിത്യസ്വർഗമാണ്. ആ നിത്യസ്വർഗം എനിക്ക് തരുന്നവനും എന്റെ നിത്യ ആത്മാവിനെ രക്ഷിക്കുന്നവനും നിത്യനായിരിക്കണം. നിത്യനായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യനൊരു രക്ഷകൻ ഉണ്ടെങ്കിൽ ആ രക്ഷകൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കണമെന്ന ബോധ്യമാണ് എനിക്കുള്ളത്. മാത്രമല്ല, എന്റെ പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ എന്റെ രക്ഷകൻ ആ മരണം ഏറ്റെടുത്തിരിക്കണം, മരിച്ചിരിക്കണം. എന്റെ പാപത്തിന്റെ ശമ്പളം മൂലം എനിക്കുണ്ടായ സകല ശാപങ്ങളും ആ പകരം നിന്ന് മരിക്കുന്നവൻ ഏറ്റെടുത്തിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ സകല ശാപങ്ങളും ഏറ്റെടുത്ത, സകല പാപങ്ങളും ഏറ്റെടുത്ത, നമ്മളുടെ മരണത്തെ ഇല്ലാണ്ടാക്കി മരിച്ച പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ക്രിസ്തുവിലാണ് എന്റെ വിശ്വാസം. ഓക്കെ. ഇനി ഈ ക്രിസ്തു വിശ്വാസത്തിന്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് തൃത്വവിശ്വാസമാണ്. പരിശുദ്ധ തൃത്വവിശ്വാസത്തെ കുറിച്ചുള്ള അങ്ങയുടെ ബോധ്യങ്ങളൊന്ന് പറയാമോ? കേട്ടില്ല, ഒന്ന് പറയാമോ? പരിശുദ്ധ തൃത്വത്തെ കുറിച്ച്, അതായത് അങ്ങ് മുൻപ് പ്രാക്ടീസ് ചെയ്തിരുന്ന മതത്തിൽ ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിശ്വാസ ബോധ്യമാണല്ലോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന പരിശുദ്ധ തൃത്വവിശ്വാസം. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അവബോധം? എന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ അഹദ്, വാഹിദ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഒന്നും അന്നും ഇന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തുമില്ല. കാരണം ഒറ്റൊന്നായിട്ട് ഒരു സാധനം ഈ ലോകത്തില്ല. ഇപ്പൊ താങ്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഒറ്റ മൊബൈലാന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് ആറ്റംസ്. അതൊരു മൊബൈലല്ല, കോടാനുകൂടി ആറ്റംസ് ചേർന്നൊരു സാധനമാണത്. അതുപോലെ മാരിയോ എന്ന ഞാൻ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയല്ല. കാരണം എനിക്ക് എന്റെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്, അതെല്ലാം സെപ്പറേറ്റ് കോശങ്ങളാണ്. എന്റെ മനസ്സിൽ ഓരോ സെക്കൻഡിൽ എന്തുമാത്രം ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഈ ലോകത്ത് നമ്മൾ എന്ത് എടുത്താലും ഒന്ന് എന്ന് പറയാവുന്ന ഒന്നില്ല. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിലെ, ഇത് ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ടല്ല, അതിന്റെ മുമ്പേ ഉള്ളൊരു കാഴ്ചപ്പാട് പറയാം. ദൈവം എന്ന് പറഞ്ഞൊരു ആത്മാവുണ്ട്, സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ആത്മാവ്. ആ ആത്മാവിന്റെ മനസ്സിനെ ഞാൻ ആത്മാവിന്റെ വചനം എന്ന് പറയും. ആ ആത്മാവിന്റെ എക്സിസ്റ്റൻസ്, മൈൻഡ് ഓഫ് ഗോഡ്, അതാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഞാൻ. അതുപോലെ തന്നെ ഈ ആത്മാവ് മനുഷ്യനെ നയിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്ന ഒരു സഹായകൻ, ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വ്യക്തി, സകല ശക്തിയുമുള്ളൊരു വ്യക്തി, പരിശുദ്ധാത്മാവ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഐഡന്റിറ്റി ക്രൈസിസ് തീരണമെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ആവശ്യമുള്ള 3 വ്യക്തിത്വങ്ങളാണ്: ഒരപ്പൻ, ഒരു രക്ഷകൻ, ഒരു സഹായി. ഇത് മൂന്നും ഞാൻ കണ്ടെത്തുന്നത് ദൈവം എന്ന ആളത്വത്തിലാണ്. ഇതാണ് എനിക്ക് ത്രിത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഓക്കെ. ആ ഒരു വിഷയം വളരെ ഗഹനമാണെന്ന് എനിക്കറിയാം. അങ്ങ് തൃത്വവിശ്വാസിയാണ് എന്നുള്ളതാണ് നമുക്ക് സമൂഹത്തോട് പറയേണ്ടതോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരോട് പറയേണ്ടതോ? തീർച്ചയായും ഞാനൊരു തൃത്വവിശ്വാസിയാണ്. അതിനകത്തുള്ള വ്യാഖ്യാനങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ ഇഷ്ടംപോലെ പറയാം. അതെ, അത് സഭാപിതാക്കന്മാരുടെ ഇടയിൽ തന്നെ അതിനെക്കുറിച്ച് പല നിലകളിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകണ്ട, അത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. ഇനി അടുത്തത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇറക്കിയത് കണ്ടല്ലോ. പിന്നെ ആ വീഡിയോയിൽ അങ്ങ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അതാണല്ലോ ഇപ്പോൾ ഈ ചർച്ച കൂടുതൽ ഇപ്പോൾ പ്രചരിക്കാനായിട്ട് കാരണമായത്. ആ വീഡിയോയിൽ അങ്ങ് വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. അതേക്കുറിച്ചൊന്ന് ഒരു വ്യക്തത വരുത്താവോ? ഞങ്ങള് ഈ പിള്ളേർക്ക് വേണ്ടി, അതായത് ടീനേജ് പിള്ളേർക്ക് വേണ്ടി ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്താൻ തുടങ്ങി. അത് എല്ലാ മതക്കാർക്ക് വേണ്ടിയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമാണ്. കാരണം സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി ഒക്കെയാണ് അതിന്റെ പ്രഥമ സ്ഥലങ്ങൾ. ഈ നടത്തുന്ന പ്രോഗ്രാമിന്റെ ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയ കുരുക്കിൽ പെട്ടുപോയ കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പ്രണയ കുരുക്കെന്ന് പറയുമ്പോൾ ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലുള്ളവരെ പ്രണയിക്കുന്നവർ മാത്രമല്ല, ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിൽ പ്രണയിക്കുന്നവരും വരും, നിരീശ്വരത്തിൽ നിന്ന് ഇസ്ലാമിനെ പ്രണയിക്കുന്നവരും വരും. ഏത് ജാതി മാറി പ്രണയിച്ചാലും, ഏത് മതം മാറി പ്രണയിച്ചാലും
അത് കൂടുതൽ യോജ്യമായിട്ടല്ല പോകുന്നത്, പ്രശ്നങ്ങളിൽ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ പ്രണയക്കുരുക്കിന്റെ മനഃശാസ്ത്രം കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അതിലെ ഒരു ക്ലാസ്. 3 ക്ലാസ്സാണ് എടുക്കുക. അതിലൊന്നാണ് പ്രണയക്കുരുക്കപ്പെട്ടവർക്ക്. അപ്പം ഈ ഇപ്പൊ പ്രചരിപ്പിക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 400 പിള്ളേർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ചാലക്കുടി SP ഒക്കെ അതിന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 100-ലധികവും ഹിന്ദുക്കളാണ്. ഓൾമോസ്റ്റ് 200 പേരും ഹിന്ദുക്കളാണ്. ബാക്കിയുള്ളത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു. ക്രിസ്ത്യാനികളായ ചില അമ്മമാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവരുടെ മക്കൾ മുസ്ലിം പയ്യന്മാരെ പ്രണയിച്ച് ലവ് ജിഹാദിൽ കുടുങ്ങിക്കിടക്കുന്നു, ഒന്ന് രക്ഷിക്കണം എന്നാണ് ഇവർ ആദ്യം വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് തന്നെ സ്റ്റേജിന്റെ സൈഡിൽ. എന്റെ ഓർമ്മ ശരിയാണ്, 7-8 പേര് വന്നതിൽ ഒരു 4 പേരാണ് എന്നെ നേരിട്ട് കണ്ടവരുണ്ടായിരുന്നത്. അപ്പൊ ഇവരെന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് പ്രണയം പാവം എന്ന് പറഞ്ഞാൽ പിള്ളേർ അന്നേരം എഴുന്നേറ്റ് പൊക്കളയും, പിള്ളേരെ ടാക്കിൾ ചെയ്യണേ ബ്രദറെ, ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ക്ലാസിന്റെ ഇടയിൽ കുറെ തമാശയും കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു ചെരുപ്പ് വാങ്ങുമ്പോൾ വലത്തെ കാലിന് നായിക്കിന്റെ ചെരുപ്പും ഇടത്തെ കാലിന് ബാറ്റയുടെ ചെരുപ്പും ഇട്ട് നടന്നു കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആവൂല, നാട്ടുകാർ കളിയാക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ലൈഫ് പാർട്ട്ണർ പറ്റുന്നത് ഹിന്ദു ആവുന്നതാണ് നല്ലത്, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആവുന്നതാണ് നല്ലത്, ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി ആവുന്നതാണ് നല്ലത്, അതിനകത്ത് തന്നെ ജാതിയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതേ ജാതി നോക്കുന്നതാണ് നല്ലത് എന്ന് ഇത്രയും പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറയും, നമ്മളുടെ സമുദായത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് നോക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതാ കട്ട് ചെയ്തെടുത്തവർ അത് വരുത്തിയിട്ടുണ്ട്. നോക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, പ്രണയം എന്ന് പറയുന്ന സാധനം ആർക്കും ആരോടും തോന്നുന്ന ഒന്നാണ്. ഇതൊന്നും നമ്മൾ ക്രിയേറ്റഡ് അല്ല. കാരണം ഈ ഹോർമോൺസ് നമ്മളിൽ ഫ്ലക്ച്വേഷൻ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് പ്രണയം തോന്നും. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്. ഇത് പ്രണയം ഇന്ന് മതക്കാരനോട് തോന്നുന്നുള്ളൂ എന്നില്ല, ഈ വികാരം ആരോടും തോന്നാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ നിങ്ങൾ പ്രണയിക്കുന്ന പയ്യനോടല്ല അല്ല പെണ്ണിനോടല്ല പോയി പറയണ്ട, ആദ്യം മാതാപിതാക്കളോട് പോയി പറയണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം. പക്ഷെ ചില മാതാപിതാക്കൾ ചാടിക്കടിക്കുന്നവരും ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തി അടിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് പേടിയാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളോട് ഒരു നാണക്കേട് ഉണ്ടാകാം. ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഞങ്ങൾ ഫിലോക്കാലിയ ടീം കൗൺസിലേഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെങ്കിലും വന്ന് തുറന്നെല്ലാം പറയാം. തുറന്ന് പറയാന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പ്രണയം നാട്ടുകാരറിഞ്ഞ് നാണം കിട്ടു, ഇനി നിങ്ങൾ അന്യജാതിനെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ വേറെ കല്യാണം കിട്ടാണ്ടായി പോകുന്നൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങൾക്ക് മാട്രിമോണിയൽ ബ്യൂറോ വരെ ഉണ്ട്. നിങ്ങളുടെ സെയിം സമുദായത്തിൽ നിന്ന് സെയിം മതത്തിൽ നിന്ന് നല്ല പയ്യനെ പെണ്ണിനെ കണ്ടെത്തി ഒരു വിവാഹത്തിൽ എത്തിക്കുന്നത് വരെ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് കൊടുത്തതാണ്. ഈ കൊടുത്ത വീഡിയോയുടെ അറ്റവും മുറ്റവും അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് വൃത്തിക്ക് എഡിറ്റ് ചെയ്തിട്ട് ആരോ എനിക്കെതിരെ ആയുധമാക്കി ഉപയോഗിച്ചതാണ്. അതിൽ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിച്ചാലും എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ടല്ലോ. അത് അങ്ങനെ ഉണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? ഏതാണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ചാലും 6ാം ക്ലാസ്സിൽ പഠിച്ചാലും അങ്ങനെ ഒരു കുറഞ്ഞ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വരെ ഫ്രീസിങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 10ാം ക്ലാസ്സുകാരനായാലും 12ാം ക്ലാസ്സുകാരനായാലും 5ാം ക്ലാസ്സുകാരായിരുന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് വന്നാൽ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇപ്പൊ പറയുമ്പോഴേ ഞാനും ശ്രദ്ധിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ അത് ആ ഒരു ഇന്റൻഷനോട്, റോങ് ഇന്റൻഷനോട് കൂടെ അല്ലല്ലോ. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് കൊടുക്കുന്ന 1-2 ഫ്രേസുകളാണ്. ആ ഫ്രേസിനെ വലിയ ആധികാരികമായിട്ടല്ലല്ലോ നമ്മൾ എടുത്തു കാണിക്കണ്ടേ. ഇതാണ് അദ്ദേഹത്തിന്റെ ആശയം എന്നാണോ പറയണ്ടേ? അദ്ദേഹം പറഞ്ഞ ആ കാര്യം പോസിറ്റീവായിട്ട് അതിന്റെ കൺക്ലൂഷൻ എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളത് നോക്കട്ടെ. അത് ചെയ്യാതാണ്, അത് മനസ്സിലാക്കാതാണ് പലരും ഇതിപ്പോ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വിട്ടുത്തരവായി, ഭയങ്കര വേദനാജനകമായ കാര്യം തന്നെ അവർ ചെയ്തിരിക്കുന്നത്. അതെ അതെ. ആ വിഷയത്തെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും അല്പം കൂടെ ക്ലാരിറ്റി വരുത്താനുണ്ടോ? എന്നോടാണ് ചോദിക്കുന്നത്? അതെ, ബ്രദർ മാരിയോ. എന്നാ ക്ലാരിറ്റി ഉദ്ദേശിച്ചത്? അത് കൊച്ചു പ്രായത്തിലുള്ള കുട്ടികൾ പ്രണയിക്കുന്നതിനെ കുറിച്ച്. അതിനകത്ത് ഞങ്ങളുടെ പ്രോഗ്രാമിന് അഡ്വർടൈസ്മെന്റ് വ്യക്തമാണ്. 8ാം ക്ലാസ് മുതലേ പാടുള്ളൂ, 13 വയസ്സിന് മേളിലുള്ളവരെ വരാൻ പാടുള്ളൂ എന്നുള്ളത് വ്യക്തമായി അനൗൺസ് ചെയ്യാറുണ്ട്. ആ 8 മുതലുള്ള പിള്ളേരെ അവിടെ ഇരിക്കുന്നുള്ളൂ. പൊതുവെ അതിന്റെ താഴെയുള്ള പിള്ളേരെ കൊണ്ട് മാതാപിതാക്കളെടുത്ത് അവരെ കൊണ്ട് മാറ്റി ഇരുത്തിപ്പിക്കാറാണ് പതിവ്. അവരെ ഒന്നിച്ചിരുത്താറില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ പ്രസംഗിക്കുമ്പോ ഈ ഓരോ വാക്കുകളും ഭയങ്കരമായിട്ട് കൂലങ്കഷായി ചിന്തിച്ചൊന്നും പറയില്ല. ലൈവ് ടോക്കല്ലേ, പിള്ളേരെ അവിടെ ഇരുന്ന് കളിക്കുന്ന, ചിരിക്കുന്ന, ഹലോ ഹായ് പറയുന്ന, അവരുടെ ശ്രദ്ധ കിട്ടുന്ന, അതിന്റെ ഇടയിൽ പറഞ്ഞു പോയ ഒരു പ്രാസൊപ്പിച്ച് വന്നുപോയ ഒരു വാക്കാണത്. ഇപ്പൊ ആ വാക്ക് തെറ്റാണെങ്കിൽ അത് പിൻവലിക്കാനും അതിന് സോറി പറയാനും ആരോ റെഡിയാണ്. ഓക്കെ, അത് ദാറ്റ്സ് ഫൈൻ. അത് വളരെ ക്ലിയർ ആണ്. ഇനി ഒരു കാര്യം, 1-2 കാര്യം കൂടെ പെട്ടെന്ന് ചോദിച്ച് നമുക്ക് നിർത്താം. അതായത് അങ്ങ് ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ സഭയിലേക്ക് വന്നു.
അങ്ങയുടെ സ്വാധീനത്തിൽ മറ്റാരെങ്കിലും, ഇപ്പം അത് പറയണമെന്നില്ല, പിന്നെ അതൊരു വെളിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ ഇഷ്ടംപോലെ മുസ്ലിമീങ്ങള് കത്തോലിക്ക സഭയിലായിട്ടും പ്രൊട്ടസ്റ്റന്റ് സഭയിലായിട്ടും വന്നിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ തെളിവ് സൈഡും ചിലരെ അങ്ങോട്ട് ഞാൻ വിളിപ്പിക്കാം. അതർ സൈഡ് എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയിൽ നിന്ന് അങ്ങയുടെ പ്രസംഗത്തിന്റെ സ്വാധീനത്തിൽ ആരെങ്കിലും ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതായിട്ട് ഒരാളുടെ തെളിവ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഉണ്ടോന്ന് ഞാനും അന്വേഷണം നടക്കുന്നു. ഈ ആരോപണമൊക്കെ വരുമ്പോൾ ഒരാൾ പോലും ഒരു വാക്ക് പോലും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഈ വിഷയമായിട്ട് എന്തിനാണ് പിന്നെ ഈ ആരോപണം പറയുന്നത് എന്നുള്ളത് എന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. അതായത് സുലൈമാന്റെ അല്ല മാരിയോയുടെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഇസ്ലാമിനോട് ഇഷ്ടം തോന്നി എന്ന് പറയുന്ന ഒരാൾ കാണിച്ചു തരാൻ പറ്റുമോ? എന്താണ് ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തത വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിക്കുന്നത് കണ്ടു. അങ്ങ് ഒരു വേദിയിൽ നിന്ന് മൊബൈൽ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ ഡൗൺലോഡ് ചെയ്യുന്നതും അതിൻ്റെ മലയാളം, ഇംഗ്ലീഷ്, അതിൻ്റെ അധ്യായങ്ങൾ എന്നിങ്ങനെ ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തുന്നത് കണ്ടു. പലരും സംശയിക്കുന്നത് അങ്ങ് ഖുർആൻ ഡൗൺലോഡ് ചെയ്യാൻ, അത് വായിക്കാനും ക്രൈസ്തവരെ പ്രേരിപ്പിക്കുന്നു എന്നാണ്. എന്തായിരുന്നു ആ ചർച്ചയുടെ പശ്ചാത്തലം? ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരിങ്ങാലക്കുട രൂപതയിലെ ഏകദേശം 4000-ഓളം കാറ്റക്കിസം ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് പിതാവ് വിളിച്ചു കൂട്ടി. പോളി കണ്ണുകാടൻ പിതാവ് വിളിച്ചു കൂട്ടിയത് സഹൃദയ കോളേജിൽ വെച്ചായിരുന്നു. അന്ന് ഞാനും ജസ്റ്റിസ് കുര്യൻ സാറും ആയിരുന്നു മെയിൻ ഗസ്റ്റായിട്ടുണ്ടായിരുന്ന ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഈ 4000 ടീച്ചേഴ്സിൻ്റെ അടുത്തും ഒരുപാട് മുസ്ലിമീങ്ങൾ ചെന്നിട്ട് അല്ല ആര്, യഹോവ ആര്, ഈസ ആര്, യേശു ആര്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ പിള്ളേർ ചോദിക്കുന്നു, മറുപടി പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കാറ്റക്കിസം ടീച്ചേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഖുർആനിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങൾ ചോദ്യം ചെയ്താൽ അതിന് അവരുടെ മതഗ്രന്ഥം വെച്ചിട്ട് നിങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അതിന് ഇപ്പോൾ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പല ഭാഷയിൽ കിട്ടും. അത് അറബിയാന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൊള്ളത്തരമൊക്കെ മനസ്സിലാകുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തൊരു ഭാഗമാണ് അത്. ഒന്ന് ഈ സഹൃദയിൽ വെച്ച്, അതുപോലെ ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകരായ ആളുകൾക്ക്, അതായത് വചനപ്രഘോഷകരായ ആളുകൾക്ക് അവരുടെ അടുത്ത് ഇങ്ങനെ മുസ്ലിങ്ങളും നിരീശ്വരവാദികളൊക്കെ ചോദ്യം ചെല്ലുന്നു, മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോടും പറയുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ. അത് ശുശ്രൂഷകരോടാണ്, പൊതുജനത്തോടല്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഏതോ ഒരു ശുശ്രൂഷകൻ അത് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് എന്നെ ദ്രോഹിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും എൻ്റെ ചാനലിൽ കിടപ്പില്ല. നമ്മൾ എവിടെയെങ്കിലും ലൈവായിട്ട് ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ആരൊക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അവരതിൽ ഏത് ഭാഗം മാത്രം കട്ട് ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ലല്ലോ. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇനിയും വളരെ സംക്ഷിപ്തമായിട്ട് അങ്ങയുടെ ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാമായിരുന്നു. 2018 പ്രളയത്തിൽ ഞങ്ങളുടെ വീട് മുങ്ങിപ്പോയി. എൻ്റെ എല്ലാം നശിച്ചുപോയി. 2018 ഞാൻ കുറെ വിദേശ പ്രോഗ്രാമുകൾ പിടിച്ച് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ എൻ്റെ വീട് റിനോവേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ അതിന്റെ ബാലൻസ് വെച്ചിട്ട് ചാലക്കുടിയിൽ ആദ്യമായിട്ട് സുലോചന എന്ന് പറയുന്ന ഒരു വിധവയും അവരുടെ 3 മക്കൾക്കുമായിട്ട് ഒരു വീട് വെച്ചു കൊടുത്തു. ഒരാളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങാതെ എൻ്റെ അധ്വാനത്തിന്റെ ഫലം, എൻ്റെ യൂട്യൂബ് വരുമാനം, ഫേസ്ബുക്ക് വരുമാനം, അത് കൂടാതെ ഞാൻ പ്രോഗ്രാമിന് പോയി കിട്ടിയ കാശെല്ലാം ശേഖരിച്ച് അന്ന് 5,60,000 രൂപക്ക് ഒരു വീട് പണിത് കൊടുത്തു. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ആത്മനിർവൃതിയായിരുന്നു. 2019 കോവിഡ് വന്ന് എൻ്റെ അയൽവാസി ഒരാൾ മരിച്ചു. പിന്നെ എൻ്റെ അടുത്ത ഫ്രണ്ട്സുകൾ പലരും മരിച്ചു. അതിലൊരു ഫ്രണ്ടിനെ എനിക്കൊന്ന് അച്ഛൻ അറിയാം, ആ ആക്സിഡന്റിൽ നമ്മുടെ സജീർ മരിച്ചു പോയത്. അപ്പൊ അങ്ങനെയുള്ള കുറെ എൻ്റെ അടുത്ത ഫ്രണ്ട്സ് മരിച്ച് ഭയങ്കര ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ എനിക്കെതിരെ മാരിയോ മൗദൂദിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ലേഖനവും ഭയങ്കര പ്രശ്നവും 2019 അയച്ചുവിടുന്നത്. സംഘടിതമായി ഇപ്പൊ ഉണ്ടായതിന്റെ 10 ഇരട്ടിയിൽ. അന്ന് ഷിബു പീഡിയക്കിലൊക്കെ കയറിയിട്ട് ഞാൻ ട്രോജൻ കുതിര എന്നുള്ള വാക്കൊക്കെ ആദ്യം അയാൾ ഉപയോഗിക്കുന്ന പോലെ. അങ്ങനെ ഒരു ഡിപ്രഷനിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരുടെ മരണവും കൂടെ വന്നപ്പോൾ ഞാൻ ജിജിയോട് പറഞ്ഞു, എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ഒരു 4 ലക്ഷം രൂപ നമ്മുടെ മൂത്ത മോളിനെ പഠിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചത് എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് അതെടുത്തിട്ട് ഈ ശുശ്രൂഷകർ കുറെ പേര് രോഗികളുണ്ട്, കിഡ്നി, ഹാർട്ട്, ലിവർ ഒക്കെ, അവർക്ക് നമുക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ശുശ്രൂഷകരെ സഹായിക്കാൻ ഈ കാശെടുത്ത് ഞാൻ ചെയ്തതാണ്. ശുശ്രൂഷകരുടെ വാടക വീട് കെട്ടി, അതുപോലെ തന്നെ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുത്തു. അതായത് ഈ വചന പ്രഘോഷണത്തിലുള്ള കുറച്ച് ആളുകളെ. പക്ഷെ ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒരുപാട് പേര് സാമ്പത്തിക സഹായമായിട്ട് വന്നു തുടങ്ങി. അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് 2018 ഒരു ട്രസ്റ്റ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചുള്ളത് കൊണ്ട് ഞാൻ ആ അഡ്രസ് കൊടുത്ത്, ആ അക്കൗണ്ട് കൊടുത്ത് ജനങ്ങളിൽ നിന്ന് കാശ് അതിലേക്ക് സ്വീകരിച്ചു തുടങ്ങി. അതിനൊരു ഓഡിറ്റർ വേണമെന്നായി അങ്കമാലിയിലുള്ള ബാബു ഓഡിറ്റേഴ്സ് CA ആണ്. അവരുടെ കയ്യിൽ ഇത് കൊടുത്ത് അവരെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിച്ചാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് പോകുന്നത്.
ആദ്യം 12 രജിസ്ട്രേഷനേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ATG കിട്ടി, അതുകൂടാതെ നമുക്ക് ദർപ്പൺ കിട്ടി, അതുകൂടാതെ നമുക്ക് CSR കിട്ടി. എല്ലാ ലൈസൻസും ഈസിയായി. കാരണം അതിൽ വരുന്ന 100% ഫണ്ടും ചാരിറ്റിക്ക് ഉപയോഗിക്കുന്നത് തെളിവ് സഹിതമാണ്. ഇന്നിപ്പോ താങ്കൾ തന്നെ ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന താങ്കൾ ഒരു 8 ലക്ഷം രൂപ തന്നിട്ട് ഒരു വീട് പണിയണം എന്ന് പറഞ്ഞാൽ നാളെ കൊണ്ട് വീടിന് തറക്കല്ലിടുന്നു, ആ വീടിന് മേടിക്കുന്ന മെറ്റീരിയൽസിന്റെ ബില്ല് പോലും താങ്കൾക്ക് തരുന്നു, 8 ലക്ഷം പൂർണ്ണമായി ചെലവഴിച്ച് താങ്കൾ കാണുന്നു. ഈ തരത്തിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ചാരിറ്റി ആക്ടിവിറ്റി, ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ. ഞാൻ അതിൽ ഭയങ്കര കൃതജ്ഞനാണ്. കാരണം 25 വർഷം ഞാൻ പ്രസംഗിച്ചിട്ട് കർത്താവിന് കൊടുക്കാൻ സാധിച്ചതിലും കൂടുതൽ 3 വർഷത്തെ ചാരിറ്റി കൊണ്ട് കൊടുത്തു. അതിനിപ്പോ ആരെന്ത് പറഞ്ഞാലും അത് കണ്ടിന്യൂ ചെയ്യും. ഇനി പറയാം, ഇപ്പോ ഈ സോഷ്യൽ അക്രമം ഉണ്ടായതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഒരു സംശയം. ഞാൻ വയനാട്ടിൽ 25 വീടിന് തറക്കല്ലിട്ട് വന്ന് 2-ാം ദിവസമാണ് നിരീശ്വരവാദിയായ ജാമിതയുടെയും അതുപോലെ തന്നെ മറ്റേ അനിൽ അയ്യപ്പന്റെയും ഒക്കെ ചാനലിൽ എനിക്കെതിരെ വീഡിയോ വന്നത്. വയനാട്ടിൽ തറക്കല്ലിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ വെലങ്ങാട് പോയി. വെലങ്ങാട് കത്തോലിക്കർക്ക് ആകെ 15 വീടുകൾ പോയിട്ടുള്ളൂ എന്നും അത് സ്ഥലം ആരെങ്കിലും തരികയാണ് 15 വീടും ഞങ്ങൾ തന്നെ പണിത് കൊടുക്കാന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് പിന്നെ ബാക്കി മുഴുവൻ ഗ്രൂപ്പുകളിലും എനിക്കെതിരെ എഴുത്തു വന്നു തുടങ്ങി. അപ്പം ഏതോ കാര്യത്തിൽ ഈ വയനാടും വെലങ്ങാടും ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി ആരെയൊക്കെയോ ഭയപ്പെടുത്തിയിട്ട് അവർ സംഘടിതമായി PR വർക്ക് നിർത്തി ആളുകളെ വെച്ച് ഉപദ്രവിക്കുന്നതായിട്ടാണ് എനിക്കിപ്പോഴും മനസ്സിലായത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല. അറിയാത്ത കാര്യം എനിക്ക് തർപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ് ഈസ് മൈ ഫീലിംഗ്. കാരണം സാഹചര്യ തെളിവെന്നൊരു സാധനം വെച്ച് നോക്കുമ്പോൾ 2019 കോവിഡ് കാലത്ത് ഞങ്ങൾ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഉപദ്രവിച്ചതുപോലെ, പെട്ടെന്ന് ഈ ചാരിറ്റി ഫ്ലറിഷ് ആയപ്പോൾ ഉപദ്രവിച്ചതുപോലെ, ഇപ്പൊ ഈ വയനാട്ടിലെയും വെലങ്ങാടെയും വിഷയത്തിൽ ഞങ്ങൾ നേരിട്ട് ഇടപെടുകയും ഇപ്പം 100 വീട് പണിത് കൊടുക്കാന്ന് പറയുമ്പോൾ കുറച്ച് ഓൾമോസ്റ്റ് 10 കോടി രൂപ 12 കോടി രൂപ ഞങ്ങൾ ചെലവഴിക്കാന്നല്ലേ പരസ്യമായിട്ട് പറയുന്നത്. അപ്പൊ ഈ കാശൊക്കെ വേറെ ആർക്കോ കിട്ടേണ്ടതായിരുന്നു എന്ന് ആർക്കൊക്കെ തോന്നുന്നുണ്ട്. ആ കാശ് ഇവർ കൊണ്ടുപോയി വീട് വെച്ചാൽ ശരിയാവില്ല, അത് മുടക്കണം. അത് മുടക്കാൻ മാരിയോയ്ക്കാരും സഹായിക്കരുതെന്ന് പരസ്യമായി പറയാൻ പറ്റില്ല. മാരിയോ കള്ളനാന്ന് പറയാനേ പറ്റുള്ളൂ. മാരിയോ നീചനാന്ന് ചോദിച്ചാല് ഈ ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പല പ്രവർത്തനങ്ങളും, പലരും നടത്തിയ പ്രവർത്തനങ്ങളിലൊന്നും സുതാര്യത ഇല്ലാതെ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായി. അപ്പം അങ്ങേപോലെ മറ്റൊരു വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാൾ ക്രൈസ്തവ സഭയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങേ ആക്രമിക്കാനായിട്ട് പല ആയുധങ്ങൾ ഉപയോഗിക്കുക. അതിലൊന്നാണ് അങ്ങയുടെ പ്രീവിയസ് റിലീജിയസ് ഫെയ്ത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രോജൻ കുതിരയായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ. അപ്പം ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഒരു പക്ഷേ മറ്റ് ചാരിറ്റി ചെയ്തവർക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു മതത്തിൽ നിന്ന് വന്നതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും ഒരു വാക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങ് പ്രചരിപ്പിക്കാനും കഴിയും സോഷ്യൽ മീഡിയയിൽ. പിന്നെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു വിശ്വാസ്യതയുണ്ട്. അതിന്റെ രജിസ്ട്രേഷൻ വഴി കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു പ്രസ്ഥാനത്തിന് യാതൊന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ മറ്റൊരാൾക്ക് സഹായം ചെയ്യാനായിട്ടൊരു വിശ്വസ്തനെയാണ് തേടി നടക്കുന്നത്. ഇപ്പം വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊന്നും കേരളത്തിൽ വന്നിട്ട് വീട് വെച്ച് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം ഈ പണം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ ലോകം അന്വേഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവരുടെ മുന്നിൽ വിശ്വസ്തനായിരിക്കുക, ദൈവത്തിന് മുൻപിൽ വിശ്വസ്തനായിരിക്കുക. അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും മിഷനും ആ മിഷനുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പം ഞാൻ ബൈബിളിലെ ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് ഇതിന്റെ കൺക്ലൂഷനായിട്ട് പറയുന്നത്. അതായത് നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ ആ വചനം തന്നെയാണ് അങ്ങ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന നമ്മളിൽ സൽപ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണ്. നമ്മളതിനൊരു മുഖാന്തരമായിട്ട് നിൽക്കുന്നു. വിശ്വസ്തനായിട്ട് നിൽക്കുക, മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഒന്ന് പറയാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കയറേണ്ട ബ്ലോക്കിൽ പെട്ടിരിക്കുക. വളരെ സന്തോഷമുണ്ട് മാരിയോ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ. എനിക്ക് തോന്നുന്നു മാത്യുവിന് ഈ കാര്യത്തിൽ ഒരുപാട് മാരിയോയെ സഹായിക്കാൻ കഴിയും. കാരണം മാരിയോ ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ആരംഭം മുതൽ ഞാൻ മാരിയോടൊപ്പം നിൽക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, തുടർന്നും പ്രാർത്ഥിച്ചോളാം.
എന്തെങ്കിലും കറക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് വിളിക്കും, പറയാറുണ്ട്. മാരിയോ അത് ഏറ്റെടുക്കാറുണ്ട്. എനിക്ക് അതിനകത്ത് ഞാൻ അച്ഛൻ എന്നോട് പറയുന്ന പിന്നെ തെറ്റുകളൊക്കെ ഞാൻ അപ്പൊ തിരുത്താറുണ്ട്. കാരണം നമുക്ക് മെന്റർ ഇല്ലാതെ പറ്റില്ല. മനുഷ്യരാണ് നമ്മൾ. നാട്ടിൽ പഴച്ചു പോകും, ചിന്തയിൽ പഴച്ചു പോകും. എനിക്കതിനകത്ത് ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നോ എന്ന് ഒരിക്കലും മാരിയോ പറയുകയോ ന്യായീകരിക്കുകയോ ചെയ്യാറില്ല. അത് തെറ്റാണെന്ന് ഓക്കെ അച്ഛാ ഞാനത് കറക്റ്റ് ചെയ്തോളാം എന്ന് പറയുന്ന ഒരു സ്വഭാവം മാരിയോയിലുള്ളത് തന്നെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനായതുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പൂർണ്ണ പിന്തുണയുണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, എന്നാലേ താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.